ബിജെപിയുമായി സഖ്യ സർക്കാർ ഉണ്ടാക്കിയ നിതീഷ് കുമാറിന്റെ തീരുമാനത്തിൽ ജെഡിയുവിനുള്ളിലെ അമർഷം ശക്തമാകുന്നു. മഹാസഖ്യത്തെ തകർത്ത് ബിജെപിയുമായി കൂട്ടുകൂടിയതിലുള്ള അതൃപ്തി തുറന്നു പ്രകടിപ്പിച്ച് മുൻ ജെഡിയു അധ്യക്ഷൻ ശരത് യാദവ് രംഗത്തെത്തി. ജനവിധി നിതീഷിന്റെ തീരുമാനത്തിന് എതിരാണ്. ഒരു രീതിയിലും തീരുമാനം അംഗീകരിക്കുന്നില്ലെന്നും ശരത് യാദവ് വ്യക്തമാക്കി. ഭാവി നിലപാടുകൾ തീരുമാനിക്കാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ശരത് യാദവ് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതേസമയം ബീഹാറിലെ രാഷ്ട്രീയ മാറ്റത്തിന് ബിജെപി ഉത്തരവാദിയല്ലെന്ന് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞു. നിതീഷ് മഹാസഖ്യവുമായുള്ള ബന്ധം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായതെന്ന് അമിത്ഷാ ലക്നൌവിൽ വ്യക്തമാക്കി. അതേസമയം കോൺഗ്രസ് സ്വന്തം MLA-മാരെ പോലും വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഗുജറാത്തിലെ MLA-മാരെ തടവുകാരാക്കിയതെന്നും അമിത്ഷാ ചോദിച്ചു. ഗുജറാത്തിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെന്നും MLA-മാരുടെ കുടുംബങ്ങളെ ഭീഷണിപ്പെടുത്തുന്നെന്നും ആരോപിച്ച് രാജ്യസഭയിൽ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ നൽകിയില്ല. ഇതേ തുടർന്നുണ്ടായ ബഹളത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. ലോക്സഭയിൽ കോൺഗ്രസ് സഭാ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ വിഷയം ഉന്നയിച്ചു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.